ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വന്നത് എങ്ങനെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ, അതായത് ഒരു സ്റ്റാറ്റസ് സേവറിൻ്റെ സഹായമില്ലാതെ എങ്ങനെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്ന ട്രിക്കാണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഫോൺ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ വാട്സപ്പ് എന്ന ഫോൾഡർ കണ്ടുപിടിക്കുക. വാട്സപ്പ് എന്ന ഫോൾഡർ, എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോൾഡർ വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ട സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. 10/2 ഡേറ്റ് വെച്ച് കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് കാണാനും ഷെയർ ചെയ്യാനും മാത്രമേ സാധിക്കൂ. അപ്പോൾ അവരവരുടെ സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റാറ്റസ് നമ്മുടെ ഫോൾഡറിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് സ്റ്റാറ്റസ് ആണോ ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ടത് കട്ടോ കോപ്പിയോ മൂവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്നിട്ട് മറ്റേതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഗാലറിയിലെ ക്യാമറയുടെ DCIM ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. DCIM എന്നിട്ട് ക്യാമറ എന്ന ഫോൾഡറിൽ ഞാനിപ്പോൾ അത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഗാലറി എടുത്ത് നോക്കിയാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും. ഗാലറി എടുത്തതാ ക്യാമറ എന്ന ഫോൾഡറിൽ സ്റ്റാറ്റസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.